it's relatable. Like most of the characters are like നമ്മൾ ചെയ്യുമ്പം we have seen around us. നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ. അപ്പം നമുക്ക് പല കഥാപാത്രങ്ങളും നമ്മളുടെ ചുറ്റുപാടൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ ജസ്റ്റ് എമ്പത്തൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഐ തിങ്ക് രമ അൺകണ്ടീഷണലി ഈ പറഞ്ഞ പോലെ ചേച്ചിയോട് അങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അത്രയും അവർ ഈവൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ലൈക്ക് ബിക്കോസ് ഷീ ജെനുവിൻലി ലൈക്സ് ലൈക്ക് ഒരു ബോണ്ടിങ് ഉണ്ട്. ബോണ്ടിങ് ഉണ്ട്. അവരുടെ ഒരു നിസ്സഹായാവസ്ഥയും അവരുടെ ഒരു ഇതൊക്കെ അത് എംപതൈസ് ചെയ്യുന്ന ഒരു 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 കഥാപാത്രമാണ്. അമലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുമോ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യോ ഇങ്ങനെയൊക്കെയാണ് എന്ന്? അമലേട്ടൻ സ്ക്രിപ്റ്റ് തന്നു, സ്ക്രിപ്റ്റ് വായിച്ചു. പിന്നെ അമലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ചേട്ടൻ എപ്പോഴും ഒരു സ്പേസ് നമുക്ക് എപ്പോഴും തരും. ആക്ടറിന് ഭയങ്കര നല്ല സ്പേസ് തരും. അതേപോലെ തന്നെ നമ്മളത് ചെയ്യുമ്പം ഇഫ് ലൈക്ക് അത് വേണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വേണ്ട എന്നുള്ളതും പറയും. നമുക്ക് വേറെ ഒരു ഇതും കൂടി ചെയ്യാം എന്നുള്ളത്. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് നമ്മളെ മോൾഡ് ചെയ്ത് പോകുന്നൊരു ഡയറക്ടറാണ്. പല കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിന്തയുടെ കോമഡി കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു എല്ലാവർക്കും ആ ഒരു ഹ്യൂമർ നമുക്ക് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൾട്ട് ഐ ഫീൽ ഒരു ക്യാരക്ടറിൽ ചെയ്യുമ്പോൾ. സോ അത് ഭയങ്കര ഇഷ്ടമാണ്. ഓർ ഹൗ ഡു യു എൻജോയ് ദാറ്റ് പ്രോസസ്? ഐ എൻജോയ് ആക്ടിങ്. ലൈക്ക് ഐ എൻജോയ് വാട്ട് ഐ ഡു. ദാറ്റ്സ് ഇറ്റ്. അതിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് കോമഡിയാണ് അല്ലെങ്കിൽ ഈ സീൻ കോമഡി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ലല്ലോ. ആ സീൻ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ബേസിക്കലി ബിഹേവ് റിയാക്ട് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പം ഇത് കോമഡി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓക്കെ എന്നൊന്ന് കോമഡി രീതിയിൽ പറയുന്നതല്ലോ. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ ഈ 1983 ആ ഒരു ഡയലോഗ് പറയാൻ തന്നെ കാരണം അതാ. ബിക്കോസ് ഞാൻ എൻ്റെ കോളേജ് സമയത്ത് ടിക്ടോക്കിൽ ചെയ്തതാണത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നിന്നിട്ട് മേക്കപ്പ് ഫുള്ളാണോ ചേട്ടാ എന്നുള്ള സാധനം ഞങ്ങൾ ഭയങ്കര വൈറലായിരുന്നു അന്നത്തെ സമയത്ത്. അടിപൊളി. ഓക്കെ. സോ യാ ലൈക്ക് നമ്മൾ കോമഡി ബേസിക്കലി ആ ക്യാരക്ടർ ഭയങ്കര ഒരു ഇന്നോസെന്റ് ആയിട്ടുള്ള അതെ അവരുടെ ഒരു നിഷ്കളങ്കമായിട്ട് അവര് ഭയങ്കര ജെന്യുവിൻ ആയിട്ട് സംസാരിക്കുന്നതാണ്. അത് കളിയാക്കിയും കൂടിയല്ല ആൾക്കാർ ചിരിക്കുന്നത്. അവരുടെ നിഷ്കളങ്കത കണ്ടിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഹ്യൂമർ വരുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലോ. സിറ്റുവേഷണൽ കോമഡി എന്ന് പറയുന്ന ഒരു സാധനം പടത്തില് ഭയങ്കരമായിട്ട് കാടും വനവും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏതില്? ബൊഗെയിൻവില്ല. ഓക്കെ. കമ്മിങ് ബാക്ക് ടു ബൊഗെയിൻവില്ല. അപ്പൊ അതിനകത്ത് വാസ് ഇറ്റ് റിസ്കി ഫോർ യു? ആർ യു സ്കെയർഡ് ഓഫ് ഫോറസ്റ്റ്? അങ്ങനെ? No, I love forest. I think most of everyone knows right now by now. ഞാൻ ഇങ്ങനെ ഫോട്ടോസ് നോക്കിയപ്പോ യു ആർ a lot of into forest trekking കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്.